ഹലോ. അങ്ങനെ ഐഡന്റിറ്റി കണ്ടിരിക്കുകയാണ് ടൊവിനോയുടെ ഏറ്റവും പുതിയ ചിത്രം. ഒരു ആക്ഷൻ ത്രില്ലർ ജോണറിൽപ്പെട്ട ഒരു ചിത്രമാണ്. ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല ഈ പടം. ഫസ്റ്റ് ഓഫ് ഓൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഇത് എല്ലാവർക്കും വർക്ക് ആവത്തില്ല. എനിക്ക് പേഴ്സണലി ഈ പടം വർക്കായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് പരിപാടിയായിരുന്നു. നല്ലൊരു ആക്ഷൻ ത്രില്ലർ പടം. ഇതിൽ ടോവിനോ ചെയ്തിരിക്കുന്ന റോൾ ഒരു പ്രൊഫഷണൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. പുള്ളി നമ്മൾ ഒരാളുടെ മുഖമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ പ്രൊഫഷണലായിട്ട് വരച്ചെടുക്കുന്ന ഒരു പ്രൊഫഷണൽ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണ്. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ടോവിനോയുടെ കുട്ടിക്കാലം കാണിച്ചിട്ട് ടോവിനോ ആരാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന, ടോവിനോയുടെ സ്വഭാവ രീതികൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഷമി തിലകനാണ് പറയുന്നത്. പുള്ളിയാണ് ഇതിന്റെ ടോവിനോയുടെ അങ്കിളായിട്ടാണ് ഈ പടത്തിൽ. അപ്പം ടോവിനോ കുട്ടിക്കാലത്ത് ടോവിനോയുടെ അച്ഛൻ വളർത്തിയിരുന്ന രീതിയൊക്കെ അതുപോലെ ആയിരുന്നു. പക്ഷെ പടത്തിൻ്റെ അകത്ത് എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. ഈ പുള്ളിയുടെ ടോവിനോയുടെ ഈ കൊടുക്കുന്ന ക്യാരക്ടറൈസേഷൻ പടത്തിന്റെ അകത്ത് ഉടനീളം അത് കാണുന്നില്ല. ആകെ പുള്ളി ഒരു പ്രോ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണെന്നുള്ള ഒരു സാധനം കാണിച്ചു, അത് കാണിക്കുന്നുണ്ട്. അല്ലാതെ പുള്ളിയുടെ ഒരു അച്ചടക്ക രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പടത്തിൽ പിന്നെ ഒരു സ്ഥലത്ത് എങ്ങും കാണിക്കുന്നതായിട്ട് ഒന്നും ഒരു സ്ഥലത്തും കണ്ടില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അത് പുള്ളി ആരാണെന്നൊക്കെ കാണിച്ചിട്ട് അതിൻ്റെതായ ഒരു സാധനങ്ങളൊന്നും പടത്തിൽ ഒട്ടോളം എങ്ങും വന്നിട്ടില്ല. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല ഫാസ്റ്റ് ആയിട്ട്, ഭയങ്കര എൻഗേജിങ് ആയിട്ട്, നല്ല ത്രില്ലിങ് ആയിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് പോയത്. ഒന്ന് രണ്ട് ട്വിസ്റ്റൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അങ്ങോട്ട് പേഴ്സണലായിട്ട് ട്വിസ്റ്റായിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ പ്രഡിക്റ്റബിൾ ആയിട്ട് ഞാൻ പ്രതീക്ഷ കണക്ക് തന്നെയാണ് വന്നത്. പക്ഷേ ഇന്റർവെൽ ബ്ലോക്കിൽ ഒരു കിടിലൊരു ട്വിസ്റ്റ് പരിപാടി വെച്ചിട്ടാണ് കൊണ്ടു നിർത്തുന്നത്. നല്ല അടിപൊളി ഇന്റർവെൽ ബ്ലോക്കും ഫസ്റ്റ് ഹാഫ് നല്ല ഡീസന്റ് അടിപൊളി എൻഗേജിങ് നല്ല ത്രില്ലിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ഇതിന്റെ സെക്കൻഡ് ഹാഫിലോട്ട് കടന്നപ്പോഴത്തേക്ക് പടം മൂവിങ് ആവുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. പക്ഷെ എനിക്ക് ലാഗ് ഫീൽ ചെയ്തത്. പടം മൂവിങ് ആവുന്നുണ്ട്, പക്ഷെ ഇത്തിരി ലെങ്ത് ആയിട്ട്, നല്ല ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. ബോറടിപ്പിച്ചില്ല, എന്നാലും ഇത്തിരി ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തു. പടം ഒരു സൈഡിൽ കൂടെ നല്ലപോലെ മൂവ് ആവുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിനുള്ള അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അത്രയൊന്നും സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ല. പക്ഷെ ഓവറോൾ നല്ല രസം ഉണ്ടായിരുന്നു കണ്ടോണ്ടിരിക്കുക. ഈ പടം പിന്നെ എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. കാരണം ഇതിൻ്റെ അകത്ത് തൃഷ ചെയ്തിരിക്കുന്ന റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്കാരിക്ക് ഒരു ഇത്തിരി പ്രശ്നമുണ്ട്. അത് ഷമി ഇതെല്ലാം പറയുന്നുണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തില്ലെങ്കിൽ പടം ഒട്ടും വർക്കാവത്തില്ല. പിന്നെ കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്താ സംഭവിക്കുന്നത്, ഇതെന്താ നടക്കുന്നത് ഒന്നും പിടികിട്ടത്തില്ല. ഒരു കൂതറ അലമ്പ് പടമായിട്ടൊക്കെ ഫീൽ ചെയ്യാം. ഈ പടത്തിൽ ഇവർ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു പുതിയൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഓവറോൾ തീം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമടുത്ത കഥയും കാര്യങ്ങളൊക്കെയാണ്. ഒരു റിവെഞ്ച് സ്റ്റോറി ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് പോകുന്നത്. പക്ഷെ അത് എടുത്തു വെച്ചേക്കുന്ന രീതി, അതിന്റെ ആ ഡയറക്ഷൻ പരിപാടി അത് നമുക്ക് പുതിയ ഒരു എന്ന് പറഞ്ഞാൽ ഒരു പുതുമയുള്ള ഒരു രീതിയായിട്ടാണ് അതിന്റെ ഡയറക്ഷൻ പരിപാടി ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. അത് നല്ലൊരു വെറൈറ്റി പരിപാടിയായിരുന്നു. നമുക്ക് വേണ്ട നമ്മൾ ഒട്ടുമിക്ക സിനിമ കണ്ടാലും കണ്ടുമടുത്ത സ്റ്റോറീസ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. പക്ഷെ അത് എടുക്കേണ്ട രീതി പുതിയതായിട്ട് നമുക്കൊരു പുതുമ ഫീൽ ചെയ്യണം എടുക്കുന്നത്. അതിലാണ് പടം ഇരിക്കുന്നത്. ഇതിന് അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ടോട്ടൽ 2 ഫൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളി ഫൈറ്റ് ആയിരുന്നു. ഒരു ഇന്റർനാഷണൽ ലെവൽ സ്റ്റഫ് ആയിരുന്നു ഇതിന്റെ ഫൈറ്റ്. ടെക്നിക്കലി പടം ഭയങ്കര പൊളിയായിരുന്നു. അതിൻ്റെ അകത്തൊരു ഫ്ലൈറ്റിൻ്റെ അകത്തൊരു ഫൈറ്റ് സീനാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടത്. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടെക്നിക്കലി ഒരു ഇന്ത്യൻ പടത്തിൽ വന്ന ഫൈറ്റ് സീനിലൊക്കെ വെച്ചിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ വെച്ച് നോക്കണേ, ഇത് ഒരു ഒരു കിഡിലൻ പരിപാടി. അടിപൊളി സാധനം. ടോവിനോയൊക്കെ കിഡിലായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലേഡി ആയിട്ടുള്ള ഫൈറ്റ് അതാണ് വരുന്നത്. അത് കിഡിലാണ്. അവരൊക്കെ ചെയ്യുന്ന ഫൈറ്റിന്റെ രീതി, ആ ടോവിനോ എവിടെയൊക്കെ നിന്ന് അടിക്കുന്ന ആ രീതി ഉണ്ടല്ലോ, കിഡിലൻ പരിപാടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോട്ടൽ ആ 2 ഫൈറ്റ് ഉള്ളായിരുന്നു. പക്ഷെ രണ്ടും കിടിലൻ സാധനമായിരുന്നു. പിന്നെ ഇതിനകത്തൊരു കാർ ചേസിങ് സീനുണ്ട്. അത് എനിക്ക് അത്ര അങ്ങോട്ടൊരു സുഖം തോന്നിയില്ല. എന്നിരുന്നാലും കൊള്ളായിരുന്നു. പക്ഷെ അതിന്റെ ഒരുപാട് കാർ ചേസിങ് സീനൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇതിലുള്ള അത്ര അങ്ങോട്ട് സുഖം തോന്നിയില്ല. എന്നിരുന്നാലും പടത്തിന്റെ കഥ പറയുന്ന രീതി, വെറൈറ്റി രീതിയിലൂടെ കഥ പറയുന്ന ഒരു പുതുമയുണ്ടായിരുന്നു. ആ തൃശ്ശൂർ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പുതുമയുള്ള ക്യാരക്ടർ. അത് വെച്ച് ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതി ഒരു വെറൈറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കണ്ടില്ലെങ്കിൽ ഒന്നുകൂടെ പറയണേ, ഇത് എല്ലാവർക്കും കിട്ടത്തില്ല. ഈ പടം കണക്ട് ആവത്തില്ല, വർക്ക് ആവത്തില്ല. നല്ലൊരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു ഐഡന്റിറ്റി.